കേൾക്കൂ. വെള്ളവടി കാഴ്ചപരിമിതരുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകം. തയ്യാറാക്കിയത് അനിൽ മണ്ണത്തൂർ. വായന വത്സ ശ്രീലകം. വെള്ളവടി എന്നത് കാഴ്ചപരിമിതിയുള്ള വ്യക്തികൾക്ക് കേവലം ഒരു സഞ്ചാരോപാധി മാത്രമല്ല, അവരുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വാശ്രയത്തിന്റെയും തിളക്കമുള്ള പ്രതീകമാണ്. ഈ ലളിതമായ ഉപകരണം മുന്നോട്ടുള്ള വഴിയിലെ തടസ്സങ്ങളെയും അപകടങ്ങളെയും മുൻകൂട്ടി അറിയാൻ സഹായിച്ച് അവർക്ക് ആത്മവിശ്വാസത്തോടെ ലോകത്തിലൂടെ സഞ്ചരിക്കാനുള്ള കരുത്ത് നൽകുന്നു. ഒരു കാഴ്ച പരിമിതനെ സംബന്ധിച്ചിടത്തോളം വെള്ളവടി അവരുടെ കണ്ണുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത്. കാൽനടപ്പാതയുടെ അഗ്രം, പടികൾ, കുഴികൾ, മുന്നിലുള്ള വസ്തുക്കൾ എന്നിവയെ സ്പർശനത്തിലൂടെയും ശബ്ദത്തിലൂടെയുമുള്ള പ്രതിധ്വനിയുടെയും തിരിച്ചറിയാൻ വടി സഹായിക്കുന്നു. മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുമുള്ള കഴിവിനെ ഇത് ഊട്ടിയുറപ്പിക്കുന്നു. ഈ സ്വാശ്രയത്വമാണ് സ്വാതന്ത്ര്യത്തിന്റെ യഥാർത്ഥ നിർവചനം. ചില കവിതകളിൽ സൂചിപ്പിക്കുന്നത് പോലെ, കണ്ണിനു പകരം കൈകളാൽ വഴിയറിഞ്ഞിടാൻ വെള്ളവടി നൽകും തുണ എന്ന വാക്യം ഈ വസ്തുവിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. കാഴ്ചയുടെ അഭാവത്തിൽ ചുറ്റുമുള്ള ലോകത്തെ സ്പർശിച്ചറിയാനുള്ള ഒരു പാലമായി ഇത് മാറുന്നു. കൂടാതെ വെള്ളവടി കാഴ്ചയുള്ള പൊതുജനങ്ങൾക്ക് ഒരു സൂചന നൽകുന്ന അടയാളം കൂടിയാണ്. ഇത് കാഴ്ചപരിമിതിയുള്ള ഒരാളാണെന്ന് തിരിച്ചറിയാനും വേണ്ട പരിഗണന നൽകാനും സഹായകമാകുന്നു. വെള്ളവടി ദിനം. ഓർമ്മയും അവകാശവും. കാഴ്ചപരിമിതരുടെ അവകാശങ്ങൾക്കും സുരക്ഷിത യാത്രയ്ക്കും വേണ്ടി എല്ലാ വർഷവും ഒക്ടോബർ 15 വെള്ളവടി സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ഈ ദിനം വെള്ളവടിയുടെ പ്രാധാന്യം സമൂഹത്തെ ഓർമ്മിപ്പിക്കുകയും കാഴ്ചപരിമിതർക്ക് പൊതുവഴിയിലൂടെ തടസ്സമില്ലാതെ സഞ്ചരിക്കാനുമുള്ള അവകാശം ഉറപ്പാക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ പരിശീലനം. കേരളത്തിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങൾ, കാഴ്ചപരിമിതർക്കായുള്ള സ്കൂളുകൾ, കൂടാതെ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവ വെള്ളവടി ഉപയോഗിക്കാനുള്ള പരിശീലനം നൽകുന്നുണ്ട്. ഓറിയന്റേഷൻ ആൻഡ് മൊബിലിറ്റി ട്രെയിനർമാർ എന്നറിയപ്പെടുന്ന വിദഗ്ധരാണ് ഈ പരിശീലനം നൽകുന്നത്. സ്വന്തമായി നടക്കാനും ദിശ അറിയാനും വേണ്ട രീതി ശാസ്ത്രപരമായ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കാൻ ഈ പരിശീലകർ സഹായിക്കുന്നു. ചുരുക്കത്തിൽ വെള്ളവടി അവർക്ക് ചലന സ്വാതന്ത്ര്യം നൽകുകയും സമൂഹത്തിൽ തുല്യ പങ്കാളിത്തത്തോടെ ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന ഒരു ശക്തിദണ്ഡാണ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇത്